കഥ തുടങ്ങുന്നത് ദൃശ്യം 2 അവസാനിച്ച അതേ സ്ഥലത്ത് തന്നെയാണ്. അന്ന് കോടതി വ്യക്തമായി പറഞ്ഞിരുന്നു, വരുണിന്റെ കൊലപാതകവുമായി ജോർജ് കുട്ടിക്കോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ യാതൊരു ബന്ധവുമില്ല. DNA റിപ്പോർട്ടും പോലീസിന് എതിരായതോടെ കേസ് ഔദ്യോഗികമായി അവസാനിക്കപ്പെട്ടു. പക്ഷേ യഥാർത്ഥ കഥ തുടങ്ങുന്നത് അതിനുശേഷമാണ്. സിനിമയുടെ തുടക്കത്തിൽ ജോർജ് കുട്ടി തന്റെ കുടുംബത്തോടൊപ്പം ഒരു തിയേറ്ററിൽ ഇരിക്കുന്നത് കാണാം. അവർ കാണുന്ന സിനിമ മറ്റൊന്നുമല്ല, ദൃശ്യം തന്നെയാണ്. ആ സിനിമയുടെ നിർമ്മാതാവ് ജോർജ് കുട്ടിയാണ്. സിനിമ വലിയൊരു വിജയമായി മാറുന്നു. എവിടെയും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രം. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ്. സിനിമ കഴിഞ്ഞ ശേഷം ജോർജ് കുട്ടിയും കുടുംബവും ശാന്തമായി പുറത്തേക്ക് ഇറങ്ങുന്നു. പക്ഷേ തിയേറ്ററിന് പുറത്ത് വലിയൊരു മാധ്യമക്കൂട്ടം അവരെ കാത്തു നിൽക്കുകയായിരുന്നു. ജോർജ് കുട്ടി പിൻവാതിലിലൂടെ പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിലൊരു പെൺകുട്ടി അദ്ദേഹത്തെ വളഞ്ഞു പിടിക്കുന്നു. അവൾ ഒരേയൊരു ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നു. അവസാനം ജോർജ് കുട്ടി സംസാരിക്കാൻ തയ്യാറാകുന്നു. 2 വർഷം മുൻപ് കോടതി നിങ്ങളെ നിരപരാധിയെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ നിങ്ങളുടെ പുതിയ സിനിമയും യഥാർത്ഥ ജീവിതവും തമ്മിൽ ഇത്രയും സാമ്യം വരാൻ കാരണം എന്താണ്? ജോർജ് കുട്ടി വളരെ ശാന്തമായി മറുപടി നൽകുന്നു. പോലീസിന് ആ കേസ് ഒരിക്കലും തെളിയിക്കാൻ കഴിഞ്ഞില്ല. എനിക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു. എന്നാൽ ജോർജ് കുട്ടി വളരെ വിദഗ്ധമായി എങ്ങും തൊടാത്ത രീതിയിലുള്ള മറുപടി പറയുന്നു. അതോടൊപ്പം വീട്ടിൽ കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട്, അവിടേക്ക് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. ഇതിനിടെ കഥ മറ്റൊരു സീനിലേക്ക് കടക്കുന്നു. ജോർജ് കുട്ടി തന്റെ മൂത്ത മകൾ അഞ്ജുവിന് വിവാഹാലോചനകൾ നോക്കുകയാണ്. എല്ലാം നന്നായി പോകുന്നതിനിടയിൽ വരുണിന്റെ വീട്ടുകാർക്ക് ഇത് അതേ വരുൺ കേസ് കുടുംബമാണെന്ന് മനസ്സിലാകുന്നു. അവർ ഉടൻ തന്നെ വിവാഹാലോചന പിൻവലിക്കുന്നു. ഈ സംഭവം റാണിയെ വളരെയധികം വിഷമിപ്പിക്കുന്നു. അവൾ പറയുന്നു, കോടതി നമ്മളെ നിരപരാധികളാണെന്ന് തെളിയിച്ചല്ലോ, എന്നിട്ടും ആളുകൾക്ക് ഇപ്പോഴും നമ്മളെ സംശയമാണ്. ജോർജ് കുട്ടി അവളെ ആശ്വസിപ്പിക്കുന്നു. ഇവിടെയുള്ള ബന്ധങ്ങൾ കൊണ്ട് കാര്യമില്ല, അഞ്ജുവിനെ പുറത്തുനിന്ന് ബന്ധം നോക്കണം എന്ന് റാണി പിന്നെയും പിന്നെയും ജോർജ് കുട്ടിയോട് പറയുന്നു. എന്നാൽ ജോർജ് കുട്ടിക്ക് പുറത്തുനിന്നുള്ള ബന്ധത്തിന് താല്പര്യമില്ല. അടുത്ത സീനിൽ ജോർജ് കുട്ടിയുടെ ഇളയ മകൾ അമ്മുവിനെയാണ് കാണിക്കുന്നത്. അവൾ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വാർത്ത കാണുന്നു. അതുകൊണ്ട് ഓടി അവൾ അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നു. ദൃശ്യം സിനിമ ഓൺലൈനിൽ ലീക്കായി. ജോർജ് കുട്ടി ഞെട്ടിപ്പോകുന്നു. അദ്ദേഹം ഉടൻ തന്നെ സിനിമയിലെ നായകനെ വിളിച്ച് വിവരം അറിയിക്കുന്നു. നമുക്ക് ഉടൻ തന്നെ സൈബർ ക്രൈമിലോ IG ഓഫീസിലോ പരാതി നൽകാം, ഞാനും വരാം. ഇരുവരും IG ഓഫീസിലേക്ക് പോകുന്നു. അകത്ത് നായകൻ പരാതി നൽകുന്ന നടപടികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ജോർജ് കുട്ടി പുറത്ത് കാത്തിരിക്കുകയാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം ഒരു വിരമിച്ച പോലീസ് ഓഫീസറെ കാണുന്നത്. വർഷങ്ങൾക്ക് മുൻപ് വരുൺ കേസ് അന്വേഷിച്ച സംഘത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. ആ ഓഫീസർ ജോർജ് കുട്ടിയുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു. നിന്റെ സിനിമ വലിയ ഹിറ്റാണെന്ന് കേട്ടു, ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല, അവസരം കിട്ടുമ്പോൾ തീർച്ചയായും കാണും. ജോർജ് കുട്ടി ആദരവോടെ മറുപടി പറയുന്നു, തീർച്ചയായും കാണണം സർ. എന്നാൽ അതിനുശേഷം ഓഫീസറുടെ മുഖം ഗൗരവമായി കാണുന്നു. അദ്ദേഹം ശാന്തനായി പറയുന്നു, വരുൺ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. കുടുംബത്തെ രക്ഷിക്കാനായിരിക്കാം നീ അത് ചെയ്തത്. അത് ശരിയോ തെറ്റോ എന്ന് പറയാൻ എനിക്കാവില്ല. പക്ഷെ നീ ചെയ്തതെല്ലാം കുടുംബത്തിനു വേണ്ടിയാണെന്ന കാര്യം മാത്രം ഉറപ്പാണ്. ആ വാക്കുകൾ കേട്ടതോടെ ജോർജ് കുട്ടി മിണ്ടാതാകുന്നു. കാരണം ആ ചോദ്യത്തിനുള്ള യഥാർത്ഥ ഉത്തരം പുറത്തു വന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബം വീണ്ടും അപകടത്തിലാകുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതിലാണ് അദ്ദേഹം ആരെയും പൂർണ്ണമായി വിശ്വസിക്കാത്തത്. ഇപ്പോൾ ആ പോലീസുകാരൻ മറ്റൊരു കാര്യം പറയുന്നു, എന്റെ മകനും സിനിമാ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. നിന്റെ ഏതെങ്കിലും ഒരു സിനിമയിൽ അവസരം കിട്ടിയാൽ അവനെ ഓർക്കണം. ജോർജ് കുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതിക്കുന്നു. അപ്പോഴേക്കും നായകൻ പുറത്തു വരുന്നു. ഇരുവരും ചേർന്ന് സിനിമ ലീക്കായ സംഭവത്തിൽ ഔദ്യോഗിക പരാതി നൽകുന്നു. ഇതിനിടെ കഥ മറ്റൊരു രംഗത്തിലേക്ക് തിരിയുന്നു. ജോർജ് കുട്ടിയുടെ മകളുടെ വിവാഹം നടത്താൻ കഴിയുന്നില്ല. ഓരോ തവണയും ഒരു പുതിയ വിവാഹാലോചന വരും. അത് ഏകദേശം ഉറപ്പാകുമ്പോഴാണ് വരുൺ കേസ് വീണ്ടും ചർച്ചയാകുന്നത്. അതിനുശേഷം ബന്ധം തകരുന്നു. നിയമപരമായി അവർ നിരപരാധികളാണെങ്കിലും സമൂഹം അവരെ ഇപ്പോഴും സംശയത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അപ്പോഴാണ് ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് ഒരാൾ എത്തുന്നത്. അത് മറ്റാരുമല്ല, ജോഷി. 2ാം ഭാഗത്തിൽ ജോർജ് കുട്ടി വരുണിന്റെ മൃതദേഹം പോലീസ് സ്റ്റേഷനിൽ ഒളിപ്പിച്ചുവെന്ന് മൊഴി നൽകിയ അതേ ജോഷി ഭാര്യയും കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. വർഷങ്ങളായി മനസ്സിൽ കിടന്ന ഭാരം ഇറക്കാനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ആ മൊഴി നൽകിയ ശേഷം എൻ്റെ ജീവിതം തകർന്നുപോയി. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പരാജയം, എല്ലായിടത്തും നഷ്ടം. പണത്തിനു വേണ്ടി ഞാൻ വലിയൊരു പാപം ചെയ്തുവെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അദ്ദേഹം പറയുന്നു, ആ പാപത്തിൽ നിന്ന് മോചനം തേടി ഞാൻ പള്ളിയിൽ പോയിരുന്നു. പക്ഷെ അവിടെയും പറഞ്ഞത് ഒരു കാര്യമാണ്, നീ തെറ്റ് ചെയ്ത കുടുംബത്തോട് പോയി മാപ്പ് ചോദിക്കണം. ഇത് കേട്ട ശേഷം ജോർജ് കുട്ടി പറഞ്ഞ മറുപടിയാണ് ജോഷിയെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. ഞാൻ ഒരിക്കലും നിങ്ങളെ ശപിച്ചിട്ടില്ല, മറിച്ച് കോടതിയിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്കാണ് ഉപകാരപ്പെട്ടത്. ജോർജ് കുട്ടി തുടർന്ന് പറയുന്നു, നിങ്ങൾ മൊഴി മാറ്റിയില്ലായിരുന്നെങ്കിൽ കേസ് ഇന്നും കോടതിയിൽ തുടർന്നേനെ. ഞങ്ങളുടെ കുടുംബത്തെ ഒരിക്കലും നിരപരാധികളെ അംഗീകരിക്കുമായിരുന്നില്ല. ഇത് കേട്ടപ്പോൾ ജോഷിക്ക് വിശ്വസിക്കാനാവുന്നില്ല. താൻ ദ്രോഹിച്ചുവെന്ന് കരുതിയ മനുഷ്യൻ തന്നെയാണ് ഇന്ന് തന്റെ മനസ്സിന് ആശ്വാസം നൽകുന്നത്. കുറച്ചു നേരത്തിന് ശേഷം ജോർജ് കുട്ടി ജോഷിയോട് ചോദിക്കും, ഇപ്പോൾ എന്താണ് ജോലി? ജോഷി പറയുന്നു, ബസ് സ്റ്റാൻഡിന് സമീപം ഒരു ചെറിയ ബേക്കറി തുടങ്ങി. പക്ഷെ അതുപോലും നഷ്ടത്തിലാണ്. കസ്റ്റമർ കുറവാണ്. പുതിയ സാധനങ്ങൾ കൊണ്ടുവരണം. ബാങ്കുകൾ ലോൺ നൽകാനും തയ്യാറല്ല. അത് കേട്ടത് മാത്രം ജോർജ് കുട്ടി ഒരു നിമിഷം ആലോചിക്കാതെ പറയുന്നു, എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം, കഴിയുമ്പോൾ തിരികെ നൽകുകയും
മതി. ഇപ്പോൾ കാണിക്കുന്നത് ആ ഒരു റിപ്പോർട്ടർ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയും ഒരു യുവാവും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തുന്നു. ഇപ്രാവശ്യം ജോർജ് കുട്ടിയെ കുറ്റക്കാരനായി തെളിയിക്കാതെ ഞങ്ങൾ നിർത്തില്ല. വരുണിന്റെ കൊലപാതകം ജോർജ് കുട്ടിയാണ് ചെയ്തതെന്ന് അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട്. വർഷങ്ങളായി അദ്ദേഹം നിയമത്തെ കബളിപ്പിക്കുകയാണെന്നും അവർ കരുതുന്നു. അതിനാൽ അവർ ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും ഓരോ നീക്കവും നിരീക്ഷിക്കാൻ തുടങ്ങുന്നു. ആരെവിടെ പോകുന്നു, ആരെയാണ് കാണുന്നത്, എന്താണ് ചെയ്യുന്നത്, എല്ലാം അവർ ശ്രദ്ധിക്കുന്നു. ഒരു ചെറിയ സൂചന പോലും കണ്ടെത്തി ജോർജ് കുട്ടിയെ വീണ്ടും പോലീസ് സ്റ്റേഷന്റെ വാതിൽക്കൽ എത്തിക്കുകയാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ അവർക്കു പിന്നിൽ മറ്റൊരാളുടെ നിഴൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ജോർജ് കുട്ടിയോട് പഴയ കണക്ക് തീർക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. ആരാണ് ആ വ്യക്തി എന്നത് ഇപ്പോഴും വെളിപ്പെട്ടിട്ടില്ല. ഇതിനിടെ അഞ്ജുവിന്റെ വിവാഹകാര്യത്തിലും യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല. ഓരോ തവണയും വിവാഹാലോചനകൾ അവസാന ഘട്ടം വരെ എത്തും. പക്ഷെ അവസാന നിമിഷം എന്തെങ്കിലും കാരണത്താൽ അത് തകരും. ക്രമേണ കുടുംബം വീണ്ടും പഴയ മാനസിക സമ്മർദ്ദത്തിലേക്ക് വീഴാൻ തുടങ്ങുന്നു. ജോർജ് കുട്ടി ഇതേപ്പറ്റി അവരുടെ ഫാമിലി ഡോക്ടറോട് സംസാരിക്കുന്നു. ഡോക്ടർ തന്നെയാണ് അഞ്ജുവിനെ കൗൺസിലിംഗും ചെയ്യുന്നത്. കുടുംബവുമായി ഒരു യാത്ര പോകുവാനും എല്ലാം തുറന്നു സംസാരിക്കുവാനും ഡോക്ടർ ഉപദേശിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒരു യാത്ര പോകുന്നു. ഒരു റിസോർട്ടിലാണ് അവരെ ഇപ്പോൾ കാണിക്കുന്നത്. അവരോടൊപ്പം അവരുടെ കേസിന്റെ വക്കീലുമുണ്ട്. ഇപ്പോൾ ജോർജ് കുട്ടി തന്നെ അഞ്ജുവിനോട് പറയുന്നു, നിന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തുറന്നു ചോദിക്കാം. അപ്പോൾ അഞ്ജു വർഷങ്ങളായി എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അതേ ചോദ്യം ചോദിക്കുന്നു. വരുണിന്റെ കേസ് ശരിക്കും അവസാനിച്ചോ, അതോ ഭാവിയിൽ വീണ്ടും തുറക്കാൻ സാധ്യതയുണ്ടോ? ആ ചോദ്യം കേട്ടതോടെ മുറിയിൽ ഒരു നിശബ്ദത പടരുന്നു. ജോർജ് കുട്ടി നേരിട്ട് മറുപടി പറയുന്നില്ല. പകരം തന്നെ അഭിഭാഷികയെ നോക്കുന്നു. അഭിഭാഷിക വിശദീകരിക്കുന്നു, നിയമപരമായി നോക്കുമ്പോൾ കേസ് ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഭാവിയിൽ പുതിയ തെളിവുകൾ കിട്ടിയാൽ വീണ്ടും തുറക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അവർ ഉടൻ തന്നെ കൂട്ടിച്ചേർക്കുന്നു, ഇപ്പോൾ അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം കേസുമായി ബന്ധപ്പെട്ട പ്രധാന തെളിവുകൾ എല്ലാം ഇല്ലാതായിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അഞ്ജുവിന് ചെറിയൊരു ആശ്വാസം ലഭിക്കുന്നു. പിന്നീട് ജോർജ് കുട്ടിയും അഭിഭാഷകയും തമ്മിലുള്ള സ്വകാര്യമായി നടത്തുന്ന സംഭാഷണമാണ് നമ്മളെ കാണിക്കുന്നത്. ജോർജ് കുട്ടി ഇപ്പോഴും അവരോട് സത്യം പറഞ്ഞിട്ടില്ലല്ലോ. അവൾ തുടർന്ന് പറയുന്നു, ആസ്തി ആസിഡ് ഉപയോഗിച്ച് പൂർണ്ണമായും നശിപ്പിച്ച കാര്യം. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകുന്നു, ഇന്നും ജോർജ് കുട്ടിയുടെ കുടുംബത്തിന് മുഴുവൻ സത്യവും അറിയില്ല. ആ രഹസ്യത്തിന്റെ ചില ഭാഗങ്ങൾ ഇപ്പോഴും ജോർജ് കുട്ടിയുടെ മനസ്സിൽ മാത്രം അടഞ്ഞുകിടക്കുകയാണ്. ജോർജ് കുട്ടി പറയുന്നു, അത് ഞാൻ പറഞ്ഞാൽ അവർ കൂടുതൽ ഭയപ്പെടും. അതുകൊണ്ടാണ് ആ സത്യം ഞാൻ എന്റെ കൂടെ തന്നെ ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വിവാഹ ബ്രോക്കർ വീണ്ടും ജോർജ് കുട്ടിയെ കാണാനെത്തുന്നു. അയാൾ പറയുന്നു, ഞാൻ വീണ്ടും വീണ്ടും ഓരോ ബന്ധങ്ങൾ കൊണ്ടുവരുന്നു. പക്ഷെ എല്ലാം ഏകദേശം ഉറപ്പാകുന്നു. പക്ഷെ അവസാന നിമിഷം ഓരോന്നും തകരുന്നു. ഞാനൊരു സംശയം പറയാം. ആരും മനഃപൂർവ്വം അഞ്ജുവിന്റെ വിവാഹം മുടക്കുകയാണ്. ഞാനിതിനെപ്പറ്റി അന്വേഷിച്ചു. ഒരു ഫോൺ നമ്പറും അയാൾ നൽകുന്നു. ഈ നമ്പർ ഒന്ന് പരിശോധിച്ചാൽ എന്തെങ്കിലും വിവരം ലഭിക്കും. ജോർജ് കുട്ടി ഉടൻ തന്നെ IG ഓഫീസിൽ പരിചയപ്പെട്ട ആ പോലീസ് ഓഫീസറിന്റെ സഹായം തേടുന്നു. അന്വേഷണത്തിന് ശേഷം ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നു. ആ നമ്പർ ഒരു തിയേറ്റർ മാനേജറുടേതായിരുന്നു. രണ്ടാം ഭാഗത്തിൽ വെച്ച് വാച്ച്മാനായി പ്രത്യക്ഷപ്പെട്ട അതേ വ്യക്തി. സത്യം മനസ്സിലായതോടെ ജോർജ് കുട്ടിയുടെ നിയന്ത്രണം നഷ്ടമാകുന്നു. അദ്ദേഹം നേരെ തിയേറ്റർ മാനേജറുടെ അടുത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തെ ശക്തമായി അടിക്കുകയും ചെയ്യുന്നു. ശേഷം ചോദിക്കുന്നു, എന്തിനാണ് നീ എന്റെ കുടുംബത്തിന് പിന്നാലെ നടക്കുന്നത്? അയാൾ പറയുന്നു, നീ ഒരു സ്വാർത്ഥനായ മനുഷ്യനാണ്. നിനക്കിപ്പോൾ എല്ലാവരുമുണ്ട്. പക്ഷേ നീ കാരണം എന്റെ ജോലി പോയി. ആ സമയത്ത് ഞാൻ ഏറെ ബുദ്ധിമുട്ടി. എന്റെ മകൾക്ക് അസുഖമായി. അവളെ സ്കൂളിൽ വിടാൻ പറ്റിയില്ല. അവളുടെ സംസാരശേഷി പോയി. ഇതൊക്കെ എന്റെ ജീവിതത്തിലുണ്ടായി. ആ സമയത്തൊന്നും നീ എനിക്ക് വേണ്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്നേ ഞാൻ തീരുമാനിച്ചതാണ്, നിന്നെ ഒരു പാഠം പഠിപ്പിക്കണം. നീയും കുടുംബത്തിന്റെ വേദന അറിയണം എന്നുള്ളത്. അടുത്ത ദിവസം ജോർജ് കുട്ടി ഒരു വലിയ തീരുമാനമെടുക്കുന്നു. മുൻപ് വിദേശത്തു നിന്ന് വരുന്ന വിവാഹാലോചനകൾ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. ഇപ്പോൾ അവസ്ഥ മാറിയിരിക്കുന്നു. കുടുംബം നല്ലതാണെങ്കിൽ നമുക്ക് പുറത്തുനിന്നുള്ള ബന്ധവും നോക്കാം. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രമാണുള്ളത്. അതിനിടയിൽ വീട്ടിലേക്ക് ശ്രേയ എന്ന യുവതി എത്തുന്നു. രണ്ടാം ഭാഗത്തിൽ പള്ളിയിൽ നിന്ന് മൃതദേഹമെടുത്ത് ജോർജ് കുട്ടിക്ക് കൈമാറിയ ആളുടെ മകളാണ് ശ്രേയ. ഇപ്പോൾ അവൾ വിദേശത്ത് നഴ്സായി ജോലി ചെയ്യുകയാണ്. വർഷങ്ങളായി അവളുടെ പഠന ചെലവും ജീവിത ചെലവും വഹിച്ചത് ജോർജ് കുട്ടിയായിരുന്നു. അവളുടെ അച്ഛന് പക്ഷാഘാതം വന്നിരുന്നു. നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. ശ്രേയ സന്തോഷത്തോടെ ഒരു വാർത്ത പറയുന്നു, എന്റെ വിവാഹം നിശ്ചയിച്ചു. നിങ്ങളുടെ അനുഗ്രഹം വാങ്ങാനാണ് വന്നത്. ജോർജ് കുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് അവളെ അനുഗ്രഹിക്കുന്നു. പക്ഷെ മറ്റൊരിടത്ത് ചിലരുടെ കണ്ണുകൾ അവളെ നിരീക്ഷിക്കുകയായിരുന്നു. ജോർജ് കുട്ടിയെ പിന്തുടരുന്ന അതേ റിപ്പോർട്ടർമാർ. അവൾക്ക് ഇപ്പോൾ ഒരു സംശയം, ശ്രേയയും ജോർജ് കുട്ടിയും തമ്മിൽ എന്താണ് ബന്ധം? അവർ ശ്രേയയെ പിന്തുടരാൻ തുടരുന്നു. ഒരു രാത്രി ജോർജ് കുട്ടി വീട്ടിലിരിക്കുമ്പോൾ പുറത്തുനിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കുന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അദ്ദേഹം പതുക്കെ നടക്കുന്നു. അത് വീടിനോട് ചേർന്നുള്ള കൃഷിയുടെ ഭാഗമായിരുന്നു. അവിടെ നോക്കിയപ്പോൾ അവിടെയുള്ള മണ്ണ് ആരോ ഇളക്കിയതുപോലെ തോന്നുന്നു. പുല്ലുകളും ചെടികളും വശങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇത് കണ്ടതോടെ ജോർജ് കുട്ടിയുടെ മനസ്സിൽ ഒരു ഭയം പടരുന്നു. ഭൂമിക്കടിയിൽ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന സംശയം അദ്ദേഹത്തെ പിടികൂടുന്നു. ഉടൻ തന്നെ അദ്ദേഹം മണ്ണ് കുഴിക്കാൻ തുടങ്ങുന്നു. പക്ഷെ അവിടെ ഒന്നും കണ്ടെത്താനാകുന്നില്ല. ശൂന്യമായ മണ്ണ് മാത്രം. എന്നാൽ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭയം കുറയുന്നില്ല. മറിച്ച് എന്തോ ഒരു വലിയ അപകടം അടുത്തു വരുന്നുവെന്ന തോന്നൽ കൂടുതൽ ശക്തമാകുന്നു.
ജോർജ് കുട്ടി അവിടെ നിന്നും പോകുന്നു. പക്ഷെ അവിടെ നമ്മളെ മറ്റൊരാളെ കാണിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, സദാനന്ദൻ. അതിനുശേഷം കഥയിൽ മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നു. ജോർജ് കുട്ടിയെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആ വനിതാ റിപ്പോർട്ടർ അത് സദാനന്ദന്റെ മകളാണെന്നുള്ളത് ഇപ്പോൾ എല്ലാം വ്യക്തമാകുന്നു. അച്ഛനും മകളും കൂടി വളരെ കാലമായി ഒരു പദ്ധതി തയ്യാറാക്കുകയായിരുന്നു, ജോർജ് കുട്ടിയെ വീണ്ടും കുടുക്കാനുള്ള പദ്ധതി. ഇതിനിടയിൽ കുടുംബത്തിന് ഒരു സന്തോഷ വാർത്ത ലഭിക്കുന്നു. ഒടുവിൽ അഞ്ജുവിന്റെ വിവാഹം ഉറപ്പാകുന്നു. ഇത്തവണ വരന്റെ വീട്ടുകാർക്ക് ജോർജ് കുട്ടിയുടെ കുടുംബത്തെക്കുറിച്ചുള്ള എല്ലാ പഴയ സംഭവങ്ങളും അറിയാമായിരുന്നു. വരുൺ കേസും അവർക്കറിയാമായിരുന്നു. എന്നിട്ടും അവർ വിവാഹത്തിന് സമ്മതിക്കുന്നു. രണ്ടു കുടുംബങ്ങളും കണ്ടുമുട്ടുന്നു. അഞ്ജുനും യുവാവിനും പരസ്പരം ഇഷ്ടമാകുന്നു. വീട്ടിൽ വീണ്ടും സന്തോഷം നിറയുന്നു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി എല്ലാവരുടെയും മുഖത്ത് ആശ്വാസം കാണാം. പക്ഷേ സദാനന്ദൻ കൈകെട്ടിയിരിക്കുന്ന ആളായിരുന്നില്ല. അയാൾ അഞ്ജുവിന്റെ സൈക്കോളജിസ്റ്റിനെ സമീപിക്കുന്നു. തന്നെ പോലീസ് ഓഫീസറാണെന്ന് പരിചയപ്പെടുത്തി അഞ്ജുവിന്റെ മെഡിക്കൽ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ഡോക്ടർ അത് നൽകാൻ വിസമ്മതിക്കുന്നു. കാരണം അത് രോഗിയുടെ സ്വകാര്യ വിവരമാണ്. പക്ഷേ സദാനന്ദൻ തന്റെ യഥാർത്ഥ മുഖം കാണിക്കുന്നു. അദ്ദേഹം ഒരു കത്തി പുറത്തെടുത്ത് ഡോക്ടറെ ഭീഷണിപ്പെടുത്തുന്നു. റിപ്പോർട്ട് കിട്ടണം, മാത്രമല്ല ഞാൻ പറയുന്ന മാറ്റങ്ങൾ അതിൽ വരണം. ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ ജീവൻ പോലും അപകടത്തിലാകും. ഡോക്ടർ ഭയന്നു പോകുന്നു. സദാനന്ദൻ പോയ ഉടനെ അവൾ ജോർജ് കുട്ടിയെ വിളിക്കുന്നു. എല്ലാം തുറന്നു പറയുന്നു. ജോർജ് കുട്ടി പക്ഷേ അവളെ ശാന്തമാക്കുന്നു. പക്ഷേ ഉള്ളിൽ വലുതായി ആശങ്കപ്പെടുന്നുവെന്നത് മുഖഭാവം തെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് സദാനന്ദനെ പേടിയുള്ളതുപോലെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും സദാനന്ദന് വലിയൊരു പദ്ധതിയുണ്ടെന്ന് ജോർജ് കുട്ടിക്ക് അറിയാം. അവസാനം ജോർജ് കുട്ടി നേരിട്ട് സദാനന്ദനെ കാണാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം എത്തുമ്പോൾ സദാനന്ദന്റെ കൂടെ ആ റിപ്പോർട്ടർ യുവതിയും ഇരിക്കുന്നുണ്ട്. അവളെ സദാനന്ദൻ പരിചയപ്പെടുത്തുന്നു. ഇത് എൻ്റെ മകളാണ്. അത് കേട്ടതോടെ ജോർജ് കുട്ടി കൂടുതൽ ജാഗ്രത പുലർത്തുന്നു. അദ്ദേഹം ദേഷ്യത്തോട് ചോദിക്കുന്നു, കോടതി കേസ് അവസാനിപ്പിച്ചു, പിന്നെ എന്തിനാണ് ഞാൻ എൻ്റെ മകളുടെ സ്വകാര്യ മെഡിക്കൽ റിപ്പോർട്ട് അന്വേഷിക്കുന്നത്? എന്റെ കുടുംബത്തെ ഉപദ്രവിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെയും നിന്റെ മകളെയും ജയിലിലാക്കാൻ എനിക്ക് മടിയില്ല. പക്ഷെ സദാനന്ദൻ ചിരിക്കുന്നു, ഒരു ഭയവുമില്ലാത്ത ചിരി. ശാന്തമായി പറയുന്നു, നീ എന്നെ ശരിയായി മനസ്സിലാക്കിയിട്ടില്ല ജോർജ് കുട്ടി. ഞാനൊരു കേസ് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ആളല്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ ജോർജ് കുട്ടിയുടെ മുഖത്ത് ആദ്യമായി യഥാർത്ഥ ഭയം പ്രത്യക്ഷപ്പെടുന്നു. കാരണം സദാനന്ദൻ എത്രത്തോളം അപകടകാരിയാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതേസമയം വീട്ടിൽ വിവാഹ ഒരുക്കങ്ങൾ നന്നായി നടക്കുന്നു. പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നു, സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നു. എല്ലാവരും സന്തോഷത്തിലാണ്. പക്ഷെ ജോർജ് കുട്ടിയുടെ മനസ്സ് മാത്രം ശാന്തമല്ല. ഒരു കാര്യം മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. എന്ത് സംഭവിച്ചാലും അഞ്ജുവിന്റെ വിവാഹം തടസ്സമില്ലാതെ നടക്കണം. അതുകൊണ്ട് അദ്ദേഹം നിരന്തരം തന്റെ അഭിഭാഷികയുമായി ബന്ധപ്പെടുന്നു. അഭിഭാഷിക അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു. വിവാഹത്തിന്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കൂ, ബാക്കിയെല്ലാം ഞാൻ നോക്കാം. വിവാഹ ഒരുക്കങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ മറുവശത്ത് സദാനന്ദൻ തന്റെ അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയായിരുന്നു. അവന്റെ ലക്ഷ്യം ശ്രേയയും അവളുടെ അച്ഛനുമായിരുന്നു. ഒരു ദിവസം സദാനന്ദൻ നേരെ അവരുടെ വീട്ടിലെത്തുന്നു. അവിടെ എത്തിയതും അയാൾ ശ്രേയയുടെ അച്ഛനെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങുന്നു. അവൻ ചോദിക്കുന്നു, പള്ളിയിൽ നിന്നൊരു മൃതദേഹം എടുത്ത് നൽകിയ ഒരാൾക്ക് ഇത്ര വലിയ വീട് എങ്ങനെ കിട്ടി? നിന്റെ മകൾ വിദേശത്ത് ജോലി ചെയ്യാൻ പോയത് എങ്ങനെയാണ്? ഈ പണമൊക്കെ എവിടെ നിന്നാണ് വന്നത്? തുടർച്ചയായ ഭീഷണിയും മർദ്ദനവും സഹിക്കാനാവാതെ ഒടുവിൽ ശ്രേയയുടെ അച്ഛൻ തകർന്നു പോകുന്നു. വർഷങ്ങളായി മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സത്യം അദ്ദേഹം പുറത്തു പറയുന്നു. അദ്ദേഹം സമ്മതിക്കുന്നു, അതെ, വർഷങ്ങൾക്ക് മുൻപ് പള്ളിയിൽ നിന്നൊരു മൃതദേഹം ഞാനെടുത്ത് ജോർജ് കുട്ടിക്ക് നൽകിയിരുന്നു. ഈ വാക്കുകൾ കേട്ടതോടെ സദാനന്ദന്റെ കണ്ണുകളിൽ ഒരു വിജയത്തിന്റെ തിളക്കം തെളിയുന്നു. വർഷങ്ങളായി തേടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെളിവ് കിട്ടിയെന്നാണ് അവൻ കരുതുന്നത്. ഇപ്പോൾ അവന് ഉറപ്പാണ് വരുണിന്റെ മൃതദേഹം മാറ്റിവെച്ചത് ജോർജ് കുട്ടിയാണെന്നുള്ളത്. ഇത്തവണ അവനെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് അവൻ മനസ്സിൽ തീരുമാനിക്കുന്നു. അതേസമയം സദാനന്ദൻ പഴയ കേസുകളുടെ ഫയലുകൾ വീണ്ടും പരിശോധിക്കാൻ തുടങ്ങുന്നു. ഈ വിവരം പിന്നീട് IPS ഓഫീസറായ തോമസിന്റെ ചെവിയിലും എത്തുന്നു. അടുത്ത ദിവസം തോമസ് സദാനന്ദനെ IG ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. അവിടെ എത്തിയ ശേഷം തോമസ് ചോദിക്കുന്നു, വർഷങ്ങൾക്ക് മുൻപ് അവസാനിപ്പിച്ച കേസുകൾ വീണ്ടും തുറക്കാൻ നീ എന്തിനാണ് ശ്രമിക്കുന്നത്? സദാനന്ദൻ മറുപടി പറയുന്നു, ആ കേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഞാൻ അതിന്റെ അടിത്തട്ടിലെ സത്യം കണ്ടെത്തും. പക്ഷേ തോമസ് ഉടൻ തന്നെ അവനെ തടയുന്നു. ഒരു പുതിയ വിവരം പറയുന്നു, നിനക്കെതിരെ ഒരു സ്ത്രീ പരാതി നൽകിയിട്ടുണ്ട്. സദാനന്ദൻ ഞെട്ടുന്നു. തോമസ് തുടരുന്നു, ആ സ്ത്രീയുടെ വീട്ടിൽ കയറി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. ആ സ്ത്രീ മറ്റാരുമല്ല, ശ്രേയ. ഈ വാർത്ത കേട്ടതോടെ സദാനന്ദന്റെ മുന്നേറ്റത്തിന് താൽക്കാലികമായ ഒരു തടസ്സം നേരിടുന്നു. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. തോമസിന്റെ ഓഫീസിന് പുറത്തുവെച്ചാണ് അടുത്ത വലിയ സത്യം വെളിപ്പെടുന്നത്. സദാനന്ദന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈ മുഴുവൻ കളിയും നിയന്ത്രിച്ചിരുന്നത് മറ്റാരുമല്ല, പ്രഭാകരൻ, വരുണിന്റെ അച്ഛൻ. വർഷങ്ങളായി ഉള്ളിലെ പ്രതികാരാഗ്നി അടക്കിവെച്ചിരുന്ന ആ മനുഷ്യൻ. ഇപ്പോൾ അയാൾ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. എന്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ സത്യം കണ്ടെത്തണം. ആരാണോ അതിന് ഉത്തരവാദി അവനെ ജയിലിലാക്കാതെ ഞാൻ നിർത്തില്ല. പ്രഭാകരന്റെ വാക്കുകൾ വേദനയും കോപവും ഒരുപോലെ നിറഞ്ഞിരുന്നു. അവൻ പറയുന്നു, എന്റെ ഭാര്യ ഗീത ഇതുവരെ ആഘാതത്തിൽ നിന്ന് മോചിതയായിട്ടില്ല. ഞാൻ അമേരിക്കയിലേക്ക് പോയി ജീവിതം മാറ്റാൻ ശ്രമിച്ചു, പക്ഷെ സമാധാനം ലഭിച്ചില്ല. ഗീത ഇന്നും മരുന്നുകളുടെ സഹായത്തോടെയാണ് ജീവിക്കുന്നത്. അവൾ ഇപ്പോഴും ആ മാനസിക ആഘാതത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല.
അയാൾ തുടർന്നു പറയുന്ന വാക്കുകളാണ് ഏറ്റവും ശക്തമായത്. എന്റെ മകൻ മരിച്ചു, പക്ഷെ മറുവശത്ത് ജോർജ് കുട്ടി തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നു. ഇപ്പോൾ തന്റെ മകളുടെ വിവാഹം പോലും നടത്താൻ പോകുന്നു. ഞാനതിന് അനുവദിക്കില്ല. അവന്റെ ശബ്ദത്തിൽ പ്രതികാരത്തിന്റെ തീ കത്തുന്നുണ്ടായിരുന്നു. എന്ത് വില കൊടുത്തും ഞാൻ ജോർജ് കുട്ടിയുടെ സന്തോഷം നശിപ്പിക്കും. ഇത് കേട്ട ശേഷം തോമസും അവനെ സഹായിക്കാൻ തയ്യാറാകുന്നു. 3 പേരും ചേർന്ന് ഒരു പുതിയ നീക്കം ആരംഭിക്കാൻ പോവുകയാണ്. അതേസമയം ജോർജ് കുട്ടിക്കും ഒരു കാര്യം വ്യക്തമായിരുന്നു. തന്റെ ശത്രുക്കളുടെ യഥാർത്ഥ ലക്ഷ്യം അഞ്ജുവിന്റെ വിവാഹം തടയുക എന്നതാണ്. അതുകൊണ്ട് വിവാഹത്തിന് ഒരു ദിവസം മുൻപ് തന്നെ അദ്ദേഹം കോടതിയെ സമീപിച്ച് ഒരു മുൻകൂർ ജാമ്യം സ്വന്തമാക്കിയിരുന്നു. അവർ വിവാഹം തടയുന്നതിനായി കോടതിയെ സമീപിക്കുന്നു. പെൺകുട്ടിക്ക് മാനസിക പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് ഡോക്ടറെ കൊണ്ട് തിരുത്തി വാങ്ങിയ റിപ്പോർട്ട് ജഡ്ജിക്ക് കൊടുക്കുന്നു. കോടതിയിൽ ജോർജ് കുട്ടിയുടെ അഭിഭാഷിക ശക്തമായി വാദിക്കുന്നു. ഒരു വിവാഹം തടയാൻ വേണ്ടി ഇത്രയും വലിയ ഗൂഢാലോചന നടത്തുകയാണോ? ഈ സാഹചര്യത്തിൽ വിവാഹം തടയാൻ നിയമപരമായി ഒരു അടിസ്ഥാനവുമില്ല. കോടതി അവരുടെ വാദം അംഗീകരിക്കുന്നു. അങ്ങനെ പ്രഭാകരന്റെയും സദാനന്ദന്റെയും ആദ്യ നീക്കം പൂർണ്ണമായും പരാജയപ്പെടുന്നു. അവരുടെ പദ്ധതിക്ക് വലിയ തിരിച്ചടിയായിരുന്നു അത്. കോടതിയിലെ പോരാട്ടത്തിന് ശേഷം ഒടുവിൽ അഞ്ജുവിന്റെ വിവാഹം വളരെ ആഘോഷപൂർവ്വം നടക്കുന്നു. വീട്ടിൽ സന്തോഷം നിറയുന്നു. വർഷങ്ങളായി അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കുടുംബത്തിനൊരു ആശ്വാസം ലഭിച്ചതുപോലെയായിരുന്നു അത്. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് അഞ്ജു ഭർത്താവിനൊപ്പം ഒരു റിസോർട്ടിലേക്ക് പോകുന്നു. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായി തോന്നുന്നു. പക്ഷേ അവിടെയാണ് സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ അഞ്ജുവിനെ വിവാഹം ചെയ്ത ആ യുവാവ് ഒരു സാധാരണ വ്യക്തിയല്ലായിരുന്നു. അവൻ പ്രഭാകരന്റെ ആളായിരുന്നു. വിദേശത്ത് അവന്റെ ബിസിനസ് തകർന്നുപോയ സമയത്ത് പ്രഭാകരൻ സാമ്പത്തിക സഹായം നൽകിയിരുന്നു. അതിന്റെ പ്രതിഫലമായി അവൻ ഒരു കരാറിന് സമ്മതിച്ചു. അഞ്ജുവിനെ വിവാഹം ചെയ്യുക, പിന്നീട് പ്രഭാകരൻ പറയുന്നതെല്ലാം ചെയ്യുക. അങ്ങനെ ഈ മുഴുവൻ വിവാഹവും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. റിസോർട്ടിലെത്തിയ ശേഷം യുവാവ് അഞ്ജുവിന് ഉറക്കമരുന്ന് നൽകുന്നു. അവൾ ബോധരഹിതയായി വീഴുന്നു. അതിനുശേഷം ഒരു വ്യാജ കൊലപാതക രംഗം ഒരുക്കുന്നു. പിന്നീട് കൊലപാതക കുറ്റം അഞ്ജുവിന്റെ മേൽ ചുമത്തും. അങ്ങനെ ജോർജ് കുട്ടിയുടെ മകളെ ജയിലിലാക്കാം. വർഷങ്ങളായി പ്രതികാരം തേടിയിരുന്ന പ്രഭാകരന് അതായിരുന്നു ഏറ്റവും വലിയ വിജയം. പക്ഷേ അവർ ഒരു കാര്യം മറന്നുപോയി. ജോർജ് കുട്ടി എപ്പോഴും എതിരാളികളെക്കാൾ ഒരു പടി മുന്നിലാണ്. അതേ രാത്രി സദാനന്ദൻ ജോർജ് കുട്ടിയെ വീഡിയോ കോൾ ചെയ്യുന്നു. അഞ്ജുവിനെ തങ്ങൾ പിടിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുന്നു. ഇത് കേട്ടതോടെ ജോർജ് കുട്ടി ഉടൻ തന്നെ റിസോർട്ടിലേക്ക് പുറപ്പെടുന്നു. അവിടെ എത്തിയപ്പോൾ അഞ്ജുവിന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് കാണുന്നു. സദാനന്ദന്റെ പദ്ധതി വിജയത്തിന്റെ വക്കിലാണെന്ന് തോന്നുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ജോർജ് കുട്ടി അതിനകം തന്നെ എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ശത്രുക്കളുടെ തന്ത്രം അവരുടെ നേരെ തന്നെ ഉപയോഗിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അഞ്ജുവിന്റെ അടുത്തെത്തിയ ശേഷം അദ്ദേഹം ഒരു ചോദ്യം മാത്രം ചോദിക്കുന്നു. മോളെ, നിനക്ക് അച്ഛനിൽ വിശ്വാസമുണ്ടോ? കരഞ്ഞുകൊണ്ട് അഞ്ജു മറുപടി പറയുന്നു, എനിക്ക് അച്ഛനിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതിനുശേഷം സംഭവിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. ജോർജ് കുട്ടി സ്വന്തം മകളെ തന്നെ പരിക്കേൽപ്പിക്കുന്നു. അവളുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു. അവളുടെ കയ്യിൽ കത്തി കുത്തിയതുപോലെ ഒരു മുറിവും ഉണ്ടാക്കുന്നു. കാണുന്നവർക്ക് ആരോ അഞ്ജുവിനെ ആക്രമിച്ചതായി തോന്നണം എന്നതായിരുന്നു ലക്ഷ്യം. ഇത് ചെയ്യുമ്പോൾ ജോർജ് കുട്ടിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ നിറയുന്നു. കാരണം തന്റെ മകളെ വേദനിപ്പിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ മറ്റൊരു വഴിയുമില്ലായിരുന്നു. പ്രഭാകരനെയും സദാനന്ദനെയും അവരുടെ സ്വന്തം വലയിൽ തന്നെ കൊടുക്കാനുള്ള ഏക മാർഗം അതായിരുന്നു. അതിനിടെ അഞ്ജുവിന്റെ ഭർത്താവ് സദാനന്ദനോടൊപ്പം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതാണ് ജോർജ് കുട്ടിക്ക് വേണ്ടിയിരുന്നത്. ആ അവസരം ഉപയോഗിച്ച് അദ്ദേഹം മുഴുവൻ കളിയും മറിച്ചിടുന്നു. സംഭവസ്ഥലം മുഴുവൻ സദാനന്ദൻ ആക്രമണം നടത്തിയതുപോലെ മാറ്റിമറിക്കുന്നു. ശേഷം സദാനന്ദന്റെ വീട്ടിലെത്തുന്നു. അവിടെ വെച്ച് അവനെ പിടികൂടി ഒരു റെക്കോർഡിംഗ് ആരംഭിക്കുന്നു. ഭയവും സമ്മർദ്ദവും നിറഞ്ഞ സാഹചര്യത്തിൽ സദാനന്ദൻ ഒടുവിൽ തകർന്നു പോകുന്നു. അവൻ സമ്മതിക്കുന്നു. പ്രഭാകരനും IPS ഓഫീസറായ തോമസും ചേർന്നാണ് ജോർജ് കുട്ടിയുടെ കുടുംബത്തെ ഉപദ്രവിക്കാൻ പദ്ധതി തയ്യാറാക്കിയതെന്ന്. ആ റെക്കോർഡിംഗിൽ പ്രഭാകരന്റെയും തോമസിന്റെയും പേരുകൾ വ്യക്തമായി പുറത്തുവരുന്നു. അങ്ങനെ മുഴുവൻ കളിയും തലകീഴായി മറിയുന്നു. ജോർജ് കുട്ടിയെ കൊടുക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ കുടുങ്ങിയത്. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അവസാന ഘട്ടത്തിൽ സിനിമ ഒരു ശക്തമായ വൈകാരിക വഴിത്തിരിവിലേക്ക് കടക്കുന്നു. ജോർജ് കുട്ടി നേരിട്ട് തോമസിനെ കാണാൻ പോകുന്നു. അദ്ദേഹം കൈകൂപ്പി പറയുന്നു, സംഭവിച്ചതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു. പ്രഭാകരന് പ്രതികാരം വേണമെങ്കിൽ എന്നോട് ചെയ്യട്ടെ. എന്റെ മകളെ വെറുതെ വിടൂ. അതിനുശേഷം ജോർജ് കുട്ടി ആരും പ്രതീക്ഷിക്കാത്ത ഒരു തീരുമാനമെടുക്കുന്നു. അദ്ദേഹം സ്വയം കീഴടങ്ങാൻ തയ്യാറാകുന്നു. അതോടൊപ്പം ഒരു മുന്നറിയിപ്പും നൽകുന്നു. വീണ്ടും എന്റെ കുടുംബത്തിനെതിരെ എന്തെങ്കിലും നീക്കം നടത്തിയാൽ സദാനന്ദന്റെ റെക്കോർഡിംഗ് നേരെ കോടതിയിലെത്തും. അവസാനം ജോർജ് കുട്ടി തന്റെ കുറ്റം സമ്മതിക്കുന്നു. വരുണിന്റെ മരണത്തിന് ഉത്തരവാദി താനാണെന്ന് ഏറ്റുപറയുന്നു. തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. 5 വർഷക്കാലം മാത്രം ശിക്ഷ ലഭിക്കുന്ന തരത്തിൽ വേണം കുറ്റപത്രം എഴുതാൻ എന്നുള്ളതും ജോർജ് കുട്ടിയുടെ വക്കീൽ അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് സമ്മതിക്കാതെ അവർക്ക്
മറ്റു നിവർത്തിയില്ലായിരുന്നു. അങ്ങനെ സിനിമയുടെ അവസാന സീനുകളിൽ ജോർജ് കുട്ടി ജയിലിലേക്ക് പോകുന്നത് കാണിക്കുന്നു. പക്ഷേ സിനിമയുടെ അവസാന ട്വിസ്റ്റ് ഇനിയും ബാക്കിയായിരുന്നു. അവസാന രംഗത്തിൽ പ്രഭാകരനും ഭാര്യ ഗീതയും ടിവിയിൽ ജോർജ് കുട്ടിയുടെ അറസ്റ്റ് വാർത്ത കാണുകയാണ്. അപ്പോൾ പ്രഭാകരൻ ചോദിക്കുന്നു, നിനക്കിപ്പോൾ സമാധാനം കിട്ടിയോ? നീ ഇപ്പോൾ സന്തോഷവതിയാണോ? പക്ഷേ ഗീതയുടെ മുഖത്ത് സന്തോഷമല്ല കാണുന്നത്. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും പ്രതികാരത്തിന്റെ തീ കത്തുകയാണ്. അവൾ ശാന്തമായി പറയുന്നു, ഇല്ല, എനിക്ക് വേണ്ടത് അവളെയാണ്, അഞ്ജുവിനെ. ആ ഒരു വാചകത്തോടെയാണ് സിനിമ അവസാനിക്കുന്നത്. അത് വ്യക്തമായ ഒരു സൂചനയാണ് നൽകുന്നത്, അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ ദൃശ്യത്തിന്റെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.